ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അടിച്ച് മുറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു, ചായ കുടിയും കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഞാൻ അതിനിടെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യില്ലല്ലോ, ഒരു പണി ചെയ്തിട്ട് അപ്പുറത്ത് വേറെ ഒന്നിന് പോവുകയല്ലേ ചെയ്യുക. അങ്ങനെ ചോറിനൊക്കെ വെള്ളം വെച്ച് അതിന് അരിയൊക്കെ ഇട്ട് അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് വന്നതാ ഗ്യാസിൽ നിന്ന് പരിപ്പ് കറിയും വെക്കാൻ വേണ്ടിയിട്ടതാ പരിപ്പ് കറി വെക്കാൻ പറഞ്ഞിട്ട് പരിപ്പൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. പയറുപ്പേരിയും പിന്നെ ഇന്നലത്തെ മീൻ പൊരിക്കാനുണ്ട്, പപ്പടവും. ഞാനും കുട്ടി തന്നെ ഉള്ളത്. കുട്ടി അംഗൻവാടിക്ക് പോയിട്ടില്ല. അങ്ങനെയൊക്കെ. നിങ്ങളുടെയൊക്കെ എന്താ വർത്തമാനം? പിന്നെ അത് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് പയറുപ്പേരിക്കുള്ള പണി നോക്കുകയാണ്. അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറയൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പയറുപ്പേരിയൊക്കെ. ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. പയറുപ്പേരി വെക്കുകയാണ്. പയറുപ്പേരി വെച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഞാൻ അത് റെഡിയാക്കുമ്പോഴേക്കും അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ അരിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ്. ചേനയും കുമ്പളങ്ങയും ഉരുളൻകിഴങ്ങും പരിപ്പോട്ട് കറി വയ്ക്കുകയാണ്. അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ ആകുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തൊരു പണി നോക്കാമല്ലോ. നമ്മളെങ്ങനെ പറഞ്ഞാൽ അങ്ങനെ റെസ്റ്റായി വെറുതെ നിൽക്കില്ലല്ലോ. ഒന്നിനെ ചെയ്യുമ്പോഴേക്കും ഒന്നും അങ്ങനെ ചെയ്യില്ല ചെയ്യുക. അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്തു. പിന്നെ ഇവിടെ കഷ്ണങ്ങളൊക്കെ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കുമ്പളങ്ങ വലുതായി പോയി. അപ്പോൾ അതെടുത്ത് മാറ്റിയതാണ്. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ചേനയും കുമ്പളങ്ങയും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്ത് കുക്കറിൽ വെക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ കുക്കറിലല്ലാണ്ട് വെക്കും. ഇന്നിപ്പോൾ സമയം വൈകിക്കൊണ്ട് കുക്കറിൽ ഒരു വിസിൽ വിട്ട് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിട്ടു. പിന്നെ അത് വിസിലിട്ട് ഞാൻ അങ്ങനെ അടിച്ച് തുടയ്ക്കാൻ പോയി. അതിനിടെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ചോറ് വേകുമ്പോഴേക്കും തിരുമ്പലും കഴിഞ്ഞു. കുട്ടി ഇന്ന് അംഗൻവാടി പോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അവളോട് കുറച്ച് മല്ലിക്കെട്ട് സമയം പോകും. അങ്ങനെ തുടയ്ക്കുകയാണ്. തുടയ്ക്കൽ കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പണിയുള്ളൂ. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ പോയി പിന്നെ വന്ന് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പയറുപ്പേരിയായി. മീൻ പൊരിക്കാൻ വെച്ചു. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്തു. അപ്പോൾ അതിലേക്ക് തേങ്ങ കൂട്ടാൻ പറഞ്ഞിട്ട് തേങ്ങയും പുളിയും. മാങ്ങയില്ല കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ മാങ്ങ ഇടുള്ളൂ, അധികം മാങ്ങയിടും. മാങ്ങൻ്റെ സീസണായി കംപ്ലീറ്റ് മാങ്ങ. പരിപ്പ് കറിയിൽ, വെള്ളപ്പയർ കറി എല്ലാത്തിലും മാങ്ങയിട്ട് വെക്കും. മീൻ കറിയിലൊക്കെ മാങ്ങയിട്ട് നന്നായിട്ടുണ്ടാവും. അങ്ങനെ കഷ്ണം വെന്ത് നോക്കിയപ്പോൾ തേങ്ങയൊക്കെ അരച്ച് തേങ്ങ നല്ല ജീരകം ഇട്ടിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ താളിക്കുകയാണ്. എണ്ണയും ഓയിലൊക്കെ ഇങ്ങനെ കട്ട അയക്കണം കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ തണുപ്പ്? അത്ര തണുപ്പുണ്ട് ഇപ്പോൾ. പിന്നെ അത് ഞാനൊന്ന് മൂപ്പിച്ച് ഒഴിച്ചു. മല്ലിയിലയും കറിവേപ്പില തന്നെ. പിന്നെ ചോറൊക്കെ ചോറ് വിളമ്പി കഴിക്കാൻ നിൽക്കണേ. ഞാൻ എൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കുട്ടി ഞാനും കൂടി കഴിക്കണ്. പിന്നൊക്കെ അടുപ്പ് മീനൊക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി ശേഷം ചോറെടുത്തിട്ട് പോയി അവൾക്ക് വാരി കൊടുത്ത് ഞാനും കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.